ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മാത്രൂട്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-ഇയർ ഡിഗ്രി BSc മാത്സിന്റെ 4th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള ബേസിക് ലീനിയർ ആൾജിബ്രയിലെ എക്സസൈസ് പ്രോബ്ലംസ് ആണ്. എക്സസൈസ് 6. For the matrix in exercise 6, A, find K such that null space of A is a subspace of Rk, and B, find K such that column space of A is a subspace of Rk. നമുക്ക് ഇവിടെ ഒരു മെട്രിക്സ് എ തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന മെട്രിക്സിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നമുക്കൊരു കെ എന്നുള്ള നമ്പർ ഫൈൻഡ് ചെയ്യണം. ഈ മെട്രിക്സ് എയുടെ നൾ സ്പേസ് എന്തായിരിക്കണം? ഈ ആർ കെ എന്നുള്ള വെക്ടർ സ്പേസിന്റെ സബ് സ്പേസ് ആയിരിക്കണം. അതേപോലെ നമുക്കൊരു കെ എന്നുള്ള നമ്പർ ഫൈൻഡ് ചെയ്യണം. ഇനി ഈ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ കോളം സ്പേസ് എന്തായിരിക്കണം? ആർ കെ എന്നുള്ള വെക്ടർ സ്പേസിന്റെ സബ് സ്പേസ് ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കെ എന്നുള്ള നമ്പേഴ്സ് ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു തിയറം ഉണ്ട്, തിയറം 3. ദ കോളം സ്പേസ് ഓഫ് an m by n മെട്രിക്സ് എ ഈസ് എ സബ് സ്പേസ് ഓഫ് ആർ. നമ്മുടെ കയ്യിൽ എ എന്നുള്ള ഒരു m by n മെട്രിക്സ് ഉണ്ടെങ്കിൽ ഈ മെട്രിക്സിന്റെ കോളം സ്പേസ് എപ്പോഴും എന്തായിരിക്കും? ആർ എന്നുള്ള വെക്ടർ സ്പേസിന്റെ സബ് സ്പേസ് ആയിരിക്കും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിന്റെ സൈസ് അല്ലെങ്കിൽ ഓർഡർ ഒന്ന് ചെക്ക് ചെയ്യുക. ഇതിന് 2 റോയും 5 കോളവും ആണുള്ളത്. എന്ന് പറയുമ്പോൾ 2/5 ആണ് നമ്മുടെ മെട്രിക്സിന്റെ ഓർഡർ അല്ലെങ്കിൽ സൈസ്. ഓക്കെ, നമ്മൾ സാധാരണ നോർമലി m/n ആണ് ഓർഡർ പറയാം അല്ലെങ്കിൽ സൈസ് പറയാം. അപ്പൊ ഇവിടെ Rm എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇവിടെ m 2 ആണ്, സോ R2. സോ ഈ തിയറി പ്രകാരം Rmന്റെ, അതായത് ഇവിടെ R2ന്റെ സബ് സ്പേസ് ആയിരിക്കും ആര്? നമ്മുടെ കോളം സ്പേസ്. അപ്പൊ ഈ ബി ക്വസ്റ്റിന്റെ ആൻസർ എന്തായിരിക്കും? കോളം സ്പേസ് ഓഫ് എ R2ന്റെ സബ് സ്പേസ് ആണെങ്കിൽ k ന്റെ വാല്യൂ 2 ആയിരിക്കും. അപ്പോൾ ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ k ന്റെ വാല്യൂ 2 ആണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു റിസൾട്ട്, നമ്മുടെ നൾ സ്പേസ് എപ്പോഴും Rn ന്റെ സബ് സ്പേസ് ആയിരിക്കും. ഇവിടെ Rn എന്ന് പറയുമ്പോൾ ഇവിടെ n ന്റെ വാല്യൂ എത്രയാണ്? 5 ആണ്, സോ R5. ഓക്കെ, സോ നമ്മുടെ Rn എന്താണ്? R5 ആണ്. സോ നമ്മുടെ നൾ സ്പേസ് എപ്പോഴും എന്തായിരിക്കും? R5ന്റെ സബ് സ്പേസ് ആയിരിക്കും. അപ്പോൾ ഇതാ ഇവിടെ നൾ സ്പേസ് ഓഫ് എ എന്നുള്ളത് R5ന്റെ സബ് സ്പേസ് ആണെങ്കിൽ ഇവിടെ k ന്റെ വാല്യൂ എന്തായിരിക്കണം? 5 ആയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസറിൽ k ന്റെ വാല്യൂ എത്രയാണ്? 5.